വത്തിക്കാനിൽ നിന്നും ചില സുപ്രധാനമായിട്ടുള്ള ചില അപ്ഡേഷൻസ് ഈ ഒരു ഘട്ടത്തിൽ പ്രേക്ഷകർക്ക് നൽകാനുണ്ട്. കാർഡിനൽസിൻ്റെ 11ാമത് ജനറൽ കോൺഗ്രിഗേഷൻ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് വത്തിക്കാനിൽ നടക്കുകയുണ്ടായി. 170ഓളം കാർഡിനൽസ് ആ ഒരു ജനറൽ കോൺഗ്രിഗേഷനിൽ പങ്കെടുത്ത് വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. അതിൽ 132 പേർ അടുത്ത കോൺക്ലേവിൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ വോട്ടവകാശമുള്ള കാർഡിനൽസാണ്. പ്രധാനമായും 11ാമത്തെ ആ ഒരു ജനറൽ കോൺഗ്രിഗേഷൻ മീറ്റിങ്ങിൽ ചർച്ചയായ വിഷയങ്ങൾ ഇവയൊക്കെയാണ്. വിവിധ രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ, സിനഡാലിറ്റി, ഒപ്പം തന്നെ കുടിയേറ്റം സംബന്ധിച്ചും ചർച്ചകളുണ്ടായി. ഒപ്പം പുതിയ മാർപ്പാപ്പയ്ക്ക് പിന്തുണ നൽകുന്ന കാര്യത്തിൽ കാർഡിനൽസിനുണ്ടാകേണ്ട ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, ആ ഒരു സമർപ്പണം, അതിനെപ്പറ്റിയും ഈ ഒരു ജനറൽ കോൺഗ്രിഗേഷൻ മീറ്റിങ്ങിൽ ചർച്ച ചെയ്തു. ഒപ്പം തന്നെ സഭയെ ബാധിക്കുന്ന, സമൂഹത്തെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളും 11ാമത് ജനറൽ കോൺഗ്രിഗേഷൻ മീറ്റിങ്ങിൽ ചർച്ചയായി. പ്രത്യേകിച്ച് സഭയിലും സമൂഹത്തിലും ഉള്ള എത്നിസിസം, അതിനെപ്പറ്റി ചർച്ച ചെയ്തു. ഒപ്പം തന്നെ എക്ലിയോസിയോളജി ഓഫ് കമ്മ്യൂണിയൻ എന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഈ ജനറൽ കോൺഗ്രിഗേഷൻ മീറ്റിങ്ങിൽ ചർച്ചയായി. ഒപ്പം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന സെക്റ്റുകളെക്കുറിച്ചും കാർഡിനൽസ് സുപ്രധാനമായിട്ടുള്ള ചില ചർച്ചകൾ ഈ ഒരു ജനറൽ കോൺഗ്രിഗേഷൻ മീറ്റിങ്ങിൽ നടത്തുകയുണ്ടായി എന്ന് വത്തിക്കാൻ്റെ പ്രസ് ഓഫീസ് ഡയറക്ടർ മറ്റയോ ബ്രൂണി മാധ്യമപ്രവർത്തകരെ അറിയിച്ചു. ഒപ്പം തന്നെ വിവിധ സംസ്കാരങ്ങളുമായി സംവാദങ്ങൾ നടത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെപ്പറ്റിയും 11ാമത്തെ ജനറൽ കോൺഗ്രിഗേഷൻ മീറ്റിങ്ങിൽ ചർച്ചയായി. ഇന്ന് ചൊവ്വാഴ്ച മെയ് 6-ാം തീയതി കോൺക്ലേവിന് മുമ്പുള്ള ഏറ്റവും അവസാനത്തെ ആ ഒരു പ്രീ കോൺക്ലേവ് മീറ്റിംഗ്, ആ ഒരു ജനറൽ കോൺഗ്രിഗേഷൻ 12ാമത്തെ ജനറൽ കോൺഗ്രിഗേഷൻ വത്തിക്കാനിൽ നടക്കുകയാണ്. ഇന്ന് രാവിലെ വത്തിക്കാനിലെ പ്രാദേശിക സമയം രാവിലെ 9 മണിയോടുകൂടി ആ ഒരു ജനറൽ കോൺഗ്രിഗേഷൻ മീറ്റിംഗ് ആരംഭിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിവരം വത്തിക്കാൻ ഗവർണറേറ്റ് ഇന്നലെ പുറപ്പെടുവിക്കുകയുണ്ടായി. അതായത് കോൺക്ലേവുമായി ബന്ധപ്പെട്ട് വത്തിക്കാനും അതിൻ്റെ പരിസര പ്രദേശങ്ങളും കർശനമായിട്ടുള്ള ഒരു സുരക്ഷാ വലയത്തിനുള്ളിൽ തന്നെയാണ്. പ്രത്യേകിച്ച് സിസ്റ്റൈൻ ചാപ്പൽ, കാർഡിനൽസ് താമസിക്കുന്ന കാസ സാന്താ മാർത്ത പോലുള്ള ആ ഒരു മേഖലകൾ കർശനമായിട്ടുള്ള സുരക്ഷാ വലയത്തിൽ തന്നെയാണ്. അതിൻ്റെ ഭാഗമായി കോൺക്ലേവ് ആരംഭിക്കുന്ന മെയ് 7-ാം തീയതി ബുധനാഴ്ച വത്തിക്കാനിലെ പ്രാദേശിക സമയം വൈകിട്ട് 3 മണി മുതൽ വത്തിക്കാൻ ടെറിട്ടറിയുടെ കീഴിലുള്ള പ്രദേശങ്ങളിൽ മൊബൈൽ സിഗ്നലുകൾ അത് ജാം ചെയ്യും, അത് ഡീആക്ടിവേറ്റ് ചെയ്യും എന്ന് വത്തിക്കാൻ ഗവർണറേറ്റ് അറിയിച്ചിട്ടുണ്ട്. സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള ആ ഒരു നടപടി സ്വീകരിക്കുന്നത് എന്ന് വത്തിക്കാൻ അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം പുതിയ മാർപ്പാപ്പയുടെ ഒരു അനൗൺസ്മെൻറ്റിന് ശേഷം ആ ഒരു മൊബൈൽ സിഗ്നൽ സംവിധാനം വീണ്ടും അത് ആക്ടിവേറ്റ് ചെയ്യും എന്ന് വത്തിക്കാൻ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വത്തിക്കാൻ ചത്തുരം, ഈ ജനങ്ങൾ വന്ന് കൂടുന്ന വത്തിക്കാൻ ചത്തുരം, സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ, അവിടെ മൊബൈൽ സിഗ്നലുകൾക്ക് തടസ്സമുണ്ടാകുകയില്ല എന്നും വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ വത്തിക്കാൻ ടെറിട്ടറി, പ്രത്യേകിച്ച് സിസ്റ്റൈൻ ചാപ്പലിൻ്റെ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങൾ, കാസ സാന്താ മാർത്ത, ഒപ്പം മറ്റ് ഇടങ്ങൾ, അവിടങ്ങളിലെ ഒരു സെൽ സിഗ്നൽ മൊബൈൽ സംവിധാനങ്ങൾ അത് ജാം ചെയ്യും, അത് ഡീആക്ടിവേറ്റ് ചെയ്യും, അത് സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി ഡീആക്ടിവേറ്റ് ചെയ്യും എന്ന് വത്തിക്കാൻ ഗവർണറേറ്റ് അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ആ സിസ്റ്റൈൻ ചാപ്പൽ, അതുമായി ബന്ധപ്പെട്ടുള്ള മേഖലകളൊക്കെ കർശന സുരക്ഷാ വലയത്തിനുള്ളിൽ തന്നെയാണ്. എല്ലാ തരത്തിലുള്ള ഓഡിയോ, വീഡിയോ സംവിധാനങ്ങൾ, സിഗ്നൽ സംവിധാനങ്ങൾ, കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളൊക്കെ അത് ഡീആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിലുള്ള അവിടെ നിന്നുള്ള വിവരങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള ചോർച്ച തടയുന്നതിനായിട്ടുള്ള എല്ലാ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള എല്ലാ സംവിധാനങ്ങളും വത്തിക്കാൻ ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തതുപോലെ ഏറ്റവും കൂടുതൽ ഒരു രഹസ്യാത്മക സ്വഭാവമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്, ഒരു ഇലക്ഷനാണ് ഈ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു കോൺക്ലേവ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ രഹസ്യാത്മകത എല്ലാ തരത്തിലും കാത്തുസൂക്ഷിക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും വത്തിക്കാൻ ഈ ദിവസങ്ങളിൽ ഒരുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് വത്തിക്കാൻ ടെറിട്ടറിയുടെ കീഴിലുള്ള പ്രദേശങ്ങളിൽ സെൽ സിഗ്നൽസ് ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള ആ ഒരു നടപടി വത്തിക്കാൻ സ്വീകരിക്കുന്നത്. മറ്റൊരു സുപ്രധാന സംഭവ വികാസം വത്തിക്കാനിൽ തിങ്കളാഴ്ച നടന്നത്, വത്തിക്കാനിലെ പ്രാദേശിക സമയം 5:30 വത്തിക്കാനിലെ പൗളിൻ ചാപ്പലിൽ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ ഒരു ഓത്ത് ഓഫ് സീക്രസി നടക്കുകയുണ്ടായി. ആ ഓത്ത് ഓഫ് സീക്രസിയിൽ പങ്കെടുത്തവർ, അല്ലെങ്കിൽ ആ ഒരു പ്രതിജ്ഞ എടുത്തവർ വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, ഒപ്പം തന്നെ അൽമായരുണ്ട്. കോൺക്ലേവുമായി ബന്ധപ്പെട്ട് കാർഡിനൽസിനെ വിവിധ മേഖലകളിൽ സഹായിക്കുന്നവർ, കോൺക്ലേവിൻ്റെ നടപടിക്രമങ്ങളെ സഹായിക്കുന്നവർ എന്നിവരാണ് ഈ ഓത്ത് ഓഫ് സീക്രസി എടുത്തിട്ടുള്ളത്. കാർഡിനൽ തിരുസംഘത്തിൻ്റെ ക്യാമറലംഗുമായി നിലവിൽ പ്രവർത്തിക്കുന്ന കാർഡിനൽ കെവിൻ ഫാരലാണ് ഈ ഒരു ദൃഢപ്രതിജ്ഞ
ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ആ ദൃഢപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. ആരൊക്കെയാണ് ഇന്നലെ ആ ഒരു ദൃഢപ്രതിജ്ഞ, പ്രത്യേകിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1996 ഫെബ്രുവരി മാസം 22-ാം തീയതി പുറപ്പെടുവിച്ച യൂണിവേഴ്സി ഡൊമിനിച്ചി ഗ്രജീസ് എന്ന് പറയുന്ന അപ്പസ്തോലിക തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺക്ലേവുമായി ബന്ധപ്പെട്ട് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾ ആ ഒരു ഓത്ത് ഓഫ് സീക്രസി എടുത്തത്. ആരൊക്കെയാണ് ഈ ഒരു ഓത്ത് ഓഫ് സീക്രസി വത്തിക്കാനിൽ ഇന്നലെ എടുത്തത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി കോളേജ് ഓഫ് കാർഡിനൽസിൻ്റെ സെക്രട്ടറി, ഒപ്പം തന്നെ മാസ്റ്റർ ഓഫ് പൊന്തിഫിക്കൽ ലിറ്റർജിക്കൽ സെലിബ്രേഷൻസ്, ഒപ്പം 7ഓളം വരുന്ന പേപ്പൽ മാസ്റ്റേഴ്സ് ഓഫ് സെറമണീസ്, ഒപ്പം കോൺക്ലേവിനെ അസിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കോൺക്ലേവിൻ്റെ നടപടിക്രമങ്ങളെ സഹായിക്കുവാൻ ക്യാമറലിംഗോ ചൂസ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ, പേപ്പൽ അൾത്താരയുമായി ബന്ധപ്പെട്ട് ശുശ്രൂഷ ചെയ്യുന്ന 2 അഗസ്റ്റീനിയൻ സന്യാസിമാർ, വിവിധ ഭാഷകളിൽ കുമ്പസാരത്തിന് സഹായിക്കുന്ന വ്യക്തികൾ, അതായത് സന്യസ്തരായിട്ടുള്ള വൈദികരായിട്ടുള്ള വ്യക്തികൾ, മെഡിക്കൽ ഡോക്ടേഴ്സ്, നേഴ്സസ്, ഒപ്പം അപ്പസ്തോലിക കൊട്ടാരത്തിൻ്റെ ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ, ക്ലീനിങ് സർവീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ടെക്നിക്കൽ സർവീസ് സ്റ്റാഫ്, ഒപ്പം കാസ സാന്താ മാർത്തയിൽ നിന്നും അപ്പസ്തോലിക കൊട്ടാരത്തിലേക്ക് കാർഡിനൽസിനെ എത്തിക്കുവാൻ നിയോഗിക്കപ്പെട്ട ട്രാൻസ്പോർട്ടേഷൻ ആ ഒരു സർവീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, പൊന്തിഫിക്കൽ സ്വിസ് ഗാർഡിൻ്റെ കേണലും മേജറുമായി പ്രവർത്തിക്കുന്നവർ, ഒപ്പം ഡയറക്ടർ ഓഫ് സെക്യൂരിറ്റി സർവീസസ്, അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾ. ആ ഒരു ഓത്ത് ഓഫ് സീക്രസി, കോൺക്ലേവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓത്ത് ഓഫ് സീക്രസി എടുത്തത് കാർഡിനൽ കെവിൻ ഫാരലിൻ്റെ സാന്നിധ്യത്തിൽ, ഒപ്പം തന്നെ 2 അപ്പസ്തോലിക പ്രോട്ടോനോറ്ററീസിൻ്റെ സാന്നിധ്യത്തിലാണ് ഒരു ദൃഢപ്രതിജ്ഞ ഇവർ എടുത്തത്. അതായത് ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു അബ്സല്യൂട്ട് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യും എന്നൊരു പ്രതിജ്ഞയാണ് അവർ എടുത്തത്. മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ഡിവൈസസ് അത് തങ്ങൾ ഉപയോഗിക്കുകയില്ല, കോൺക്ലേവുമായി ബന്ധപ്പെട്ട് തങ്ങൾ ഉപയോഗിക്കുകയില്ല എന്നൊരു പ്രതിജ്ഞ കൂടി അവർ എടുത്തിട്ടുണ്ട്. അത് ആ ഒരു പ്രതിജ്ഞ ലംഘിച്ചു കഴിഞ്ഞാൽ എക്സ്കമ്മ്യൂണിക്കേഷൻ പോലുള്ള ശിക്ഷാ നടപടികൾക്ക് അവർ വിധേയരാകേണ്ടി വരും. ഇത്തരം ചടങ്ങുകൾ തീർച്ചയായിട്ടും ഈ ഒരു മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, കോൺക്ലേവുമായി ബന്ധപ്പെട്ട് ഒരു അബ്സല്യൂട്ട് സീക്രസി, അതിൻ്റെ രഹസ്യാത്മക സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നതിൽ സഭയ്ക്കുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു പ്രതിബദ്ധത വിളിച്ചോതുന്നതാണ് ഈ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ചടങ്ങുകൾ. ഇത്രയും അപ്ഡേഷൻസാണ് നിലവിൽ വത്തിക്കാനിൽ നിന്നും നമുക്ക് നൽകാൻ സാധിക്കുന്നത്. വത്തിക്കാനിൽ നിന്നും ജോർജി ജോസ്, ഷെക്കീന ന്യൂസ്.